ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ഒരു ബിഹൈൻഡ് ദ സീൻസ് വ്ളോഗാണ്. എന്തിൻ്റെ ആണെന്നല്ലേ, ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരാം. ഈ സ്റ്റുഡൻസിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? യെസ്, ഇത് രാവേ റീൽ ഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് വ്ളോഗ്. എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഞാൻ ഈ വ്ളോഗിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഫ്ലവർ ഞാൻ ആലുവയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഞാനിതെൻ്റെ ഡ്രസ്സിന് മാച്ച് ആവാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഞാനൊരു വൈറ്റ് സ്ലീവ്ലെസ് ഡ്രസ്സാണ് ഇടുന്നത്. പെരുമ്പാവൂർ ഇതിന് നല്ല റേറ്റ് ആയിരുന്നു, പക്ഷേ ആലുവയിൽ ഓൾമോസ്റ്റ് ഒരു 50 റുപ്പീസ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ബഞ്ചനെ വാങ്ങിച്ചു. ആ കാണുന്ന ഫ്ലവർ ഷോപ്പിൽ നിന്നാണ് നമ്മൾ പൂവെല്ലാം വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഞാൻ ഉദ്ദേശിച്ച തന്നെ കളറ് ഉദ്ദേശിച്ച ആ ഒരു വലുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. സോ പിള്ളേരൊന്നും രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ടാണ് നമ്മൾ പോയത്. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞില്ല എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം. നമ്മൾ നേരെ പോകുന്നത് വൈപ്പിൻ ബീച്ചിലേക്കായിരുന്നു കേട്ടോ. രാവിലെ തന്നെ എത്തി ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു കണക്ക് കൂട്ടലിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് വെയിലൊക്കെ വന്ന് ഒരു ടൈം എന്ന് പറയുന്നത് 9 മണി എന്നുള്ളത് 9:30 ആയിട്ടുണ്ടായിരുന്നു. ലേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെയിൽ ഉണ്ടായിരുന്നു. നമുക്കത് അറിയാമല്ലോ, ഒരു 9 മണി 9:30ക്കാണ് നമ്മൾ ചെന്നതെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ വെയിലുണ്ടായിരുന്നു. ബൈ ദ വേ, എൻ്റെ സ്റ്റുഡൻസിനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായില്ല. റൈറ്റിൽ നിൽക്കുന്ന ആളാണ് ദേവിക ആൻഡ് ലെഫ്റ്റിൽ നിൽക്കുന്ന ആളാണ് ആഷ്ന. അപ്പോൾ ഇവരുടെ റീലെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വാഴ നനയുമ്പോൾ ചീരയും നനയും എന്നുള്ള ഒരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ എൻ്റെ കുറച്ച് പിക്സും വീഡിയോസും കൂടി ഞാൻ അതിൻ്റെ കൂടെ എടുക്കാനായിട്ട് ശ്രമിച്ചു. നമ്മൾ രാവേന്ന് പറഞ്ഞിട്ടൊരു സോങ്ങാണ് ഷൂട്ട് ചെയ്തത്. അതെടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ബീച്ചിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാം അങ്ങനെ ഒരു ഐഡിയ ഒക്കെ നമുക്ക് വന്നത്. പിന്നെ നമ്മൾ നേരെ വൈപ്പിനാണ് ലൊക്കേഷൻ ആക്ച്വലി. അപ്പോൾ വൈപ്പിനിലായിട്ട് നേരെ പോകുന്ന ഇവർ ഒരു സ്കൈ ബ്ലൂ കളറ് ഡ്രസ്സാണ് ചൂസ് ചെയ്തത്. രണ്ടുപേരും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഡ്രസ്സെല്ലാം എടുത്ത് സ്റ്റിച്ച് ചെയ്യിച്ചതാണ്. അത് ഭംഗിയായിട്ടുണ്ട്. നമ്മളുടെ ആ ഒരു കളർ പാലറ്റിൻ്റെ കൂടെ നന്നായിട്ട് പോകുന്നൊരു കളറാണ്. നമ്മൾ പിന്നെ ഒരു ഫ്ലവർ ആക്സസറിയും കൂടി വെച്ചിട്ട് ഒന്ന് ഒരു വണ്ടർഫുള്ളൊക്കെ നോക്കിയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ എന്തോ ഒരു ഔട്ട് വരുമെന്ന് അറിയത്തില്ല, നന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. അവിടെ ഒരിടത്തിൽ ഭയങ്കര ഷൂട്ടാണ് ഗൈസ്. ഞാനൊന്ന് കാണും, വീഡിയോ എടുക്കുന്നു, നോക്കുന്നു. ഇവിടെ ഒരു സൈഡിൽ ബ്രൈഡൽ ഷൂട്ടും ഫോട്ടോഷൂട്ടുകളും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളെത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. നമ്മൾ രാവിലെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു 9:30 ആയിരുന്നു. പക്ഷേ വെയിലുണ്ട്, പക്ഷേ വലിയ കുഴപ്പമില്ല. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. ഞാൻ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെയാണ് ഈ ലൊക്കേഷന് പോയപ്പോൾ എടുത്ത നമ്മുടെ ആ മാൻഡേറ്ററി റീലും എഡിറ്റ് ചെയ്യുന്നത്. ഇതും ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായി. എൻ്റെ എഡിറ്റിങ് ഞാൻ ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് കമൻറ്റ് ചെയ്യാമോ ഒന്ന്. ലാസ്റ്റ് ഞാനായിട്ടൊരു ഫുൾ വീഡിയോ എൻ്റെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻറ്റ് വ്ളോഗ് അത് കണ്ടിട്ട് കുറച്ച് അവിടെ ഇവിടെയും എഡിറ്റിംഗ് ഇഷ്യൂസ് ഉള്ളതായിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. ഐ എം സോ ഗ്ലാഡ് ദാറ്റ് എവരിബഡി ഈസ് നോട്ടീസിങ് മൈ വ്ളോഗ്സ്. താങ്ക് യു സോ മച്ച് ഗൈസ്. സോ ഇനി ഞാൻ ഈ വീഡിയോ എന്തുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാൻ ഇത്രയും വൈകിയെന്നുള്ള കാരണം പറയാം. ഈ വീഡിയോ കുറച്ച് മുമ്പേ പോസ്റ്റ് ചെയ്യണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്യാതെ വെച്ചത് ഈ റീൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നില്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ടും അതിൻ്റെ റീലായിട്ട് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആളുകൾ എന്ത് വിചാരിക്കും എന്നൊരു സെൽഫ് ഡൗട്ട് കൂടി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നാളതൊരു ലാഗ് ആയത്. പക്ഷേ എനിക്കിപ്പോൾ ഒരു തോന്നി പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല, റിയൽ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഫൈനലി ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഗ്രോത്ത് മീൻസ് ഷോയിങ് അപ്പ് ഈവൻ ഇഫ് ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ്. അങ്ങനെയാണല്ലോ ഗൈസ്.
സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഫ്രം സാൻഡ്ര.